ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PMCയുടെ കാര്യത്തിൽ ഈ ഈ മന്ത്രിമാരടക്കമുള്ളവർ ശ്രീ മോൻസിനെ പോലുള്ളവർ എന്നെ അഡ്രസ് ചെയ്താൽ മതി, പ്രശ്നം തീരും. ഞാൻ അങ്ങേ അഭിമുഖീകരിച്ച് തന്നെയാണ് പറയുന്നത്. പറഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ. ആര് ബഹളം വെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പറഞ്ഞിട്ടേ മാറുള്ളൂ. ഇവിടെ നേരത്തെ ക്ലാസ് കൊടുത്തപ്പോൾ ഈ പുതിയ അംഗങ്ങൾക്ക് ഈ സഭയിലെ പെരുമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാസ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അവർ ചെയ്യുന്ന നല്ലതായിരിക്കും. ഇവിടെ Proceed, please. Proceed, please. Please. Prasad, please proceed. ഇവിടെ PMC പദ്ധതി നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ ഷംസുദ്ദീന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അപമാനകരമായ കാര്യം. ഇവിടെ ഈ അടിയന്തര പ്രമേയത്തിന്റെ അവതരണത്തിന് കാര്യം പറയുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ബഹുസ്വരതയുമെല്ലാം നിരാകരിക്കുന്ന ഒന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിം ലീഗ് അത് പറയുന്നുണ്ട്. അങ്ങനെല്ലാം ഉള്ളവരിടത്ത് ഇത് RSS പറയുന്നു ഞങ്ങളുടെ ആശയമാണ്, NEP ഞങ്ങളുടെ ആശയമാണ് എന്ന് പറയുന്നിടത്ത് അതിനെ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്? ആ വ്യഗ്രത അല്ല, ഈ സംസാരിക്കുന്നതിനകത്ത് ബഹുമാന്യനായ സ്പീക്കർ അങ്ങാണ് ഇതിനകത്ത് ഇത് സംരക്ഷണം നൽകേണ്ടത്. ആ സംരക്ഷണം തരാൻ വേണ്ടിയാണ് അങ്ങ് എന്നോട് സഹകരിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ ധ്വനിയിൽ ഞാൻ സഹകരിക്കുന്നില്ല എന്നൊരു ധ്വനി ഉണ്ടാവും. ശരിയല്ല, അത് നമ്മൾ തമ്മിലുള്ള തർക്കാക്കണ്ട. തർക്കം അങ്ങേക്ക് ഇത് പ്രസന്റ് ചെയ്യാം. അങ്ങേ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് വിളിച്ചത്. അങ്ങേക്ക് ശാന്തമായിട്ടിരിക്കാം. അത് ദയവായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്യൂ. സർ, നമ്മുടെ രാജ്യത്തെ കോടാനുകോടി വിദ്യാർത്ഥികളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന തിങ്കളാഴ്ച ദിവസം ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞു ക്യാച്ച് ദം യങ്. വളരെ ഗൗരവതരമായ കാര്യമായിരുന്നു അന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും അവസാനം ഇത് RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടൻ ഗൗരവതരമായി പറഞ്ഞ ആ ഭാഗത്തെ ഞങ്ങൾ അതേപോലെ അംഗീകരിക്കുന്നു. RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്? ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അറബിക്കടലിലേക്ക് എടുത്തെറിയും എന്ന് പറഞ്ഞവരുൾപ്പെടെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സർ, ഇവിടെ പറയുന്നു Praveen, please sit down. Proceed, please. Prasad, അങ്ങിരിക്കൂ. അവിടെ പ്രസാദ്. സർ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ കാര്യത്തിൽ ഇതിനകത്ത് ഗൗരവതരമായ ഒരു ഇടപെടൽ തീർക്കാൻ കഴിയാതെ മറ്റു കാര്യമെല്ലാം പറയുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു 30/3/24 റാണി ജോർജിന്റെ കത്താണ് അദ്ദേഹം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നതെല്ലാം. എന്നാണ് സാർ ഈ പറഞ്ഞ തരത്തിൽ നേരത്തെ കത്തെല്ലാം പോകുന്നത്? 2026 മെയ് 8 കേന്ദ്രത്തിൽ വന്ന കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് 30/3/24 എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറഞ്ഞിരിക്കുക കത്തിനകത്ത്? ഐ വുഡ് റിക്വസ്റ്റ് യു ടു take necessary steps for early implementation of the PMC scheme in the state without any further delay in the larger interest of providing quality education of the children of the state. 2026 മെയ് 8 നടപ്പിലാക്കിയിട്ടില്ല ഈ കേരളത്തിൽ. നോക്കൂ, അവിടെയാണ് 24 ഏതോ ഒരു കത്ത്, റാണി ജോർജിന്റെ കത്ത് കൊണ്ടുവന്നിട്ട് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വീണ്ടും പറയുന്നു, നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് അവിടെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിനകത്ത് കേരളം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് കേരളം ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റും കൊടുക്കുന്നിടത്ത് എന്തിനാണ് ശ്രീ ഷംസുദ്ദീൻ PMCയുടെ അംബാസഡറായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം? സർ, കേരളത്തിലെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ധാരണാപത്രവുമായി മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനം അറിയിച്ചതാണ്. സർ, മുൻ ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് ഈ UDF സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് എത്രയോ തെറ്റായ ഒരു വാദഗതിയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടില്ല, പട്ടിക സമർപ്പിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയ് 8 കത്ത് നമ്മുടെ മുമ്പിലുണ്ട്. LDF സർക്കാർ മരവിപ്പിച്ചെന്ന് കേന്ദ്രം സമ്മതിച്ച സ്കൂൾ ലിസ്റ്റുകളോ മോണിറ്ററിംഗ് കമ്മിറ്റികളോ പോലും ഇല്ലാത്തൊരു പദ്ധതിയെ പൊടിതട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ UDF തീരുമാനിച്ചതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ ഈ മന്ത്രിമാരടക്കമുള്ള പറഞ്ഞതെന്ന് വ്യക്തമാവുന്നതെല്ലാം. അതല്ല എങ്കിൽ അത് മറിച്ച് ഒരു തീരുമാനമാവേണ്ടതാണ്. സർ, ഞങ്ങളാരും RSSനെ അനുകൂലിക്കുന്നതായിട്ട് പോയിട്ടില്ല. NCERT വെട്ടിമാറ്റിയ ഗാന്ധി വധവും മുഖചരിത്രവുമെല്ലാം പ്രത്യേക പാഠപുസ്തകങ്ങളാക്കി കേരളത്തിലെ കുട്ടികളെ പഠിപ്പിച്ച ചരിത്രമാണ് ഈ കേരളത്തിലെ LDF ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടുള്ളത്. കേരളം സ്വന്തം ഉന്നത വിദ്യാഭ്യാസ ചട്ടക്കൂട് രൂപീകരിച്ച് NEP-ക്കുള്ള ബദൽ മാതൃകയാണ് ഈ കേരളം നടപ്പിലാക്കിയത്. UGCയുടെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് കേന്ദ്രത്തെ PM ശ്രീയിൽ എന്തായാലും ഭരണപ്രതിപക്ഷ ബഹളം നടക്കുകയാണ് നിയമസഭയിൽ. ഷംസുദ്ദീന് മറുപടി, വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീന് മറുപടി നൽകുകയാണ് നിലവിൽ P. പ്രസാദ്. അവിടെ മറ്റൊരു